കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുണ്ടായ 2 കുട്ടി കർഷകരുടെ പശുക്കൾ ചത്ത സംഭവം. ഏതാണ്ട് 13ഓളം പശുക്കളെയാണ് കുട്ടികൾക്ക് നഷ്ടമായത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് സയനൈഡിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സയനൈഡ് പോയ്സണിങ് കാരണമാകാം പശുക്കൾ ചത്തത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് പശുക്കൾക്ക് ചീനിത്തൊലി കൊടുക്കുന്നത് ഒരു പുതുമയുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവിടെ നടന്നത് ഈ ചീനിത്തൊലി കഴിച്ചതിന് പിന്നാലെ പശുക്കൾ ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞു വീണ് ചത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സയനൈഡ് പോയിസൺ ചീനി തോടിനകത്ത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന മരച്ചീനിക്കകത്തും അതുപോലെ തന്നെ മരച്ചീനിയുടെ തണ്ട് ഇല ഇതിനകത്തെല്ലാം ഈ സയനൈഡ് പോയിസൺ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാകാം ഈ പശുക്കൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാകുക? അതുപോലെ തന്നെ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഈ വിഷാംശം ഏൽക്കുന്നില്ല? മരച്ചീനി കഴിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി മരച്ചീനിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മരച്ചീനി അല്ലെങ്കിൽ കപ്പയ്ക്കകത്ത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കപ്പക്കിഴങ്ങിനകത്ത് അതുപോലെ അതിൻ്റെ തണ്ട് ഇല തോടിലെല്ലാം ഈ സയനൈഡ് പോയിസൺ അടങ്ങിയിട്ടുണ്ട്. മരച്ചീനിയിൽ മാത്രമല്ല മറ്റ് ചില പ്ലാന്റ്സിനകത്ത് ഇതുപോലെ സയനൈഡിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ മരച്ചീനിയിൽ ഏതാണ്ട് 1 കിലോ കപ്പക്കിഴങ്ങ് നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം 15 മില്ലിഗ്രാം മാത്രമേ സയനൈഡിൻ്റെ അംശം കാണാറുള്ളൂ. സാഹചര്യത്തിനനുസരിച്ച് ഈ വിഷാംശത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, അതായത് ചീനിക്ക് നമ്മൾ കൊടുക്കുന്ന വളം, കെമിക്കൽസ് അല്ലാതെ വളരാൻ വേണ്ടി കൊടുക്കുന്ന കെമിക്കൽ സപ്പോർട്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഈ സയനൈഡിൻ്റെ അംശത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാം. പൊതുവേ ഇതിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണക്കി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഫെർമെൻറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും കോമൺ ആൻഡ് ഏറ്റവും ബെസ്റ്റായിട്ട് സയനൈഡിൻ്റെ അംശം കുറയ്ക്കാനുള്ളൊരു മെത്തേഡെന്ന് പറയുന്നത് തിളപ്പിക്കുകയാണ്. ചീനി തിളപ്പിക്കുന്നത് വഴി അതിനകത്തുള്ള സയനൈഡിൻ്റെ അംശം ഏതാണ്ട് 90% നഷ്ടപ്പെട്ടു പോകും. നമ്മൾ മലയാളികൾ ചീനി കഴിക്കുന്നത് ഇങ്ങനെയാണ്. വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഊറ്റി കളയുമ്പോൾ ഇതിനകത്ത് നല്ലൊരു ശതമാനം വിഷാംശവും അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോകും. ഈ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ്, അത് ഹൈഡ്രോസയനിക് ആസിഡിൻ്റെ രൂപത്തിലാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ വിഷാംശം നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ഏറ്റവും നല്ല മെത്തേഡെന്ന് പറയുന്നത് ചീനി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ച് കഴിക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കപ്പയുടെ ചിപ്സ് വാങ്ങാൻ കിട്ടും. അത് അത്ര നല്ല ഒരു രീതിയല്ല ഈ കപ്പ ചിപ്സ് കഴിക്കുന്നത്. ചീനി നമ്മൾ ഈ പറഞ്ഞതുപോലെ തിളപ്പിച്ച് വേവിച്ച് കഴിച്ചാലും ചിലപ്പം ചെറിയൊരു അംശം സയനൈഡ് അതിനകത്ത് ബാക്കി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചീനി കഴിക്കുന്നതിനോടൊപ്പം പ്രോട്ടീൻസ് എന്തെങ്കിലും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മീൻ, ഇറച്ചി, മുട്ട പോലത്തെ പ്രോട്ടീൻസ് അങ്ങനെ എന്തെങ്കിലും കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പ്രോട്ടീനിലടങ്ങിയ നൈട്രേറ്റുകൾ ഈ ഹൈഡ്രോസയനൈഡിനെ നിർവീര്യമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പണ്ട് മുതൽക്കേ തന്നെ ചീനിക്ക് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് മീൻ കറിയോ ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പം അങ്ങനെ കഴിച്ച ഒരു ശീലമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ദോഷവശം അറിയാതിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ചീനി തിളപ്പിച്ച് വേവിച്ച് ഇതുപോലെ എന്തെങ്കിലും പ്രോട്ടീൻസിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അത് മാത്രമല്ല, ഈ മരച്ചീനി എന്ന് പറയുന്നതിനകത്ത് ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, കാൽസ്യം, അയണൊക്കെ പോലെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹൈലി ഫൈബർ കണ്ടൻ്റ് ഉള്ളൊരു ഫുഡും കൂടെയാണ് മരച്ചീനി. ആകെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ മരച്ചീനിക്കകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ അത് അവരുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂട്ടാനായിട്ട് കാരണമാകാം. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കഴിക്കാം, ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കരുത്. ഇപ്പോൾ ആരായാലും തന്നെ ചോറിനോടൊപ്പം ചീനി കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഏകദേശം രണ്ടും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടിയ 2 ആഹാര പദാർത്ഥങ്ങളാണ്, ചോറായാലും മരച്ചീനി ആയാലും. അപ്പോൾ ഒരു നേരം ചോറിന് പകരം മരച്ചീനി കഴിക്കാവുന്നതാണ്. ഇനി പശുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷം ഉള്ളിൽ ചെന്നാൽ പശുക്കൾക്ക് ശ്വാസം മുട്ട പോലത്തുള്ള ലക്ഷണങ്ങൾ കാണിക്കുക, അതുപോലെ മസിൽ ട്രമർ, വിറയൽ പോലെയൊക്കെ കാണിച്ച് പശു കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇത് കണ്ടിട്ടുള്ളത് ചീനിയുടെ ഇല കഴിക്കുമ്പോഴാണ് അധികവും ഇങ്ങനെ പശുക്കൾക്ക് കണ്ടിട്ടുള്ളത്. കാരണം ഇലയ്ക്കകത്ത് ഹൈലി ഈ സയനൈഡിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചീനിയുടെ ഇല നമ്മൾ പശുക്കൾക്ക് കഴിക്കാൻ കൊടുക്കാറില്ല. പക്ഷേ ചീനിത്തോട് ഉണക്കി കൊടുക്കുന്നത് കോമൺ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ വിഷാംശത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് വേറെയുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ഇവിടെ പശുക്കൾക്ക് മരണം സംഭവിച്ചത്. അപ്പം മരച്ചീനിയെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം തെറ്റായ രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷാംശം മനുഷ്യരിലും പ്രശ്നങ്ങളുണ്ടാക്കാം. ഇതുപോലെ കോമൺ ആയിട്ട് നമ്മളിടയിൽ കാണുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അതിനെ പറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.